നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ മോഷണത്തിന് പദ്ധതിയിട്ടെത്തിയ നിരവധി മോഷണ കേസുകളിലെ പ്രതിയെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം നാഗക്കോട് പുത്തൻ വീട്ടിൽ ശരത്തിനെയാണ് ടെമ്പിൾ SHO വിനോദ് വലയാട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഗുരുവായൂരിലെത്തിയ ശരത്ത് മോഷണത്തിന് പദ്ധതിയിട്ടിരുന്നതായാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പടിഞ്ഞാറേ നടയിലെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് തിരിച്ചറിയുന്നത്. പേരാമംഗലത്തെ ബാർ കുത്തിത്തുറന്ന് മദ്യം മോഷ്ടിച്ച കേസ് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും മഴ കനക്കും. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. കഴിഞ്ഞയാഴ്ച കേരളത്തിൽ മഴ സജീവമായിരുന്നു. അതിനുശേഷം മഴ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ വീണ്ടും മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണെന്നും മുന്നറിയിപ്പുണ്ട്. ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തിരശോഷണത്തിനു സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിലുണ്ട്. അസാധാരണമായ ഓർമ്മശക്തിയും കഴിവുകളും കൊണ്ട് നാടിനും വീടിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് 3 വയസ്സുകാരനായ ഐമൻ ഷെസിൻ. ചാവക്കാട് എടക്കഴിയൂർ പണിക്ക വീട്ടിൽ ചാലിൽ ഷാഫി റിഷാന ദമ്പതികളുടെ മകനായ ഐമൻ ബുക്ക് ഓഫ് ഇന്ത്യ റെക്കോർഡിലാണ് ഇടം നേടിയത്. ചെറിയ പ്രായത്തിൽ തന്നെ അറിവുകളുടെ വലിയ ലോകം കീഴടക്കിയാണ് ഐമൻ റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. കേരളത്തിലെ 14 ജില്ലകളുടെ പേരുകളും ഇന്ത്യയിലെ പ്രമുഖ ദേശീയ നേതാക്കളുടെ പേരുകളും കൃത്യമായി ഓർത്തെടുത്ത് പറയാൻ ഐമന് സാധിക്കും. ഇതിനു പുറമെ ഇംഗ്ലീഷ് അക്ഷരമാല, സംഖ്യകൾ, ലളിതമായ ഗണിത പ്രശ്നങ്ങൾ, പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്നിവയും 3.5 വയസ്സുകാരന്റെ നാവിൻ തുമ്പിലുണ്ട്. വിവിധ തരം നിറങ്ങൾ, വാഹനങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, മൃഗങ്ങൾ, വർഷത്തിലെ 12 മാസങ്ങളുടെയും ആഴ്ചയിലെ 7 ദിവസങ്ങളുടെയും പേരുകൾ എന്നിവ പെട്ടെന്ന് തിരിച്ചറിയാനും തെറ്റുകൂടാതെ പറയാനുമുള്ള ഐമന്റെ കഴിവാണ് ബുക്ക് ഓഫ് ഇന്ത്യ പുരസ്കാരത്തിന് അർഹനാക്കിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ചരമം. ഗുരുവായൂർ തിരുവെങ്കിടം പൊറുത്തൂർ ഇട്ടിയേശൻ ഔസേ പുണ്യ നിര്യാതനായി 83 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടത്തും. പരേതയായ മേരിയാണ് ഭാര്യ. ജോളി, രാജു എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.